ഹായ്, നമസ്കാരം. കേരളത്തിന്റെ മാധ്യമ ഭീമൻ, ഏഷ്യാനെറ്റിന്റെ മാധ്യമ സിംഹം ശ്രീ വിനുവിനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ചെറിയൊരു കാര്യം പറയട്ടെ. വിനുവേട്ടൻ നിങ്ങളുടെ കൂലങ്കഷമായിട്ടുള്ള ചർച്ചകളൊക്കെ കാണാറുണ്ട്, എല്ലാം ഗംഭീരാവുന്നുണ്ട്. ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആൾക്കാരെ കൊണ്ടൊന്നും പറയിക്കുന്നില്ലെങ്കിലും നിങ്ങൾ പറയുന്നതൊക്കെ ഗംഭീരമായിട്ട് കേൾക്കാറുണ്ട്. കാരണം നിങ്ങളുടെ ആരാധകരായതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് തന്നെ വേദവാക്യം എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങളും. പക്ഷേ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം തോന്നാറുണ്ടെങ്കിലും ആ അഭിപ്രായങ്ങൾ പറയാനുള്ള സാവകാശം പോലും ഞങ്ങൾക്ക് നിങ്ങൾ തരാറില്ല. പ്രത്യേകിച്ചിട്ട് പാമ്പ് ചത്തു കഴിഞ്ഞാൽ പരുന്ത് ചാവുന്നതുവരെ വാർത്ത എന്ന് പറയുന്ന പോലെ ഇന്ന് ചർച്ച ചെയ്ത വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയുന്നതിന് മുമ്പ് തന്നെ അടുത്ത വാർത്തയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാകും, നിങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി വിനു പറയുന്നത് തന്നെ കാര്യം എന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കാറാണ് പതിവ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു വിഷയത്തിൽ അഭിപ്രായം കുറച്ച് വൈകിട്ടാണെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ ഒന്നിനും കൊള്ളാണ്ടായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വിനുവിന്റെ ചർച്ചയിൽ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, തിരുവനന്തപുരത്തിനെ കണ്ണൂരാക്കരുത് എന്ന്. അപ്പോ ഞാനൊരു കണ്ണൂരുകാരനാണ്. ഇപ്പൊ കണ്ണൂരിനെ പറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, അതായത് തിരുവനന്തപുരത്തിന് എന്തോ കണ്ണൂർ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സാധനമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന കാണുമ്പോൾ ഒരു കണ്ണൂരുകാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അത് കണ്ണൂരുകാരുടെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങളെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾ അത്ര ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാടിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കണ്ണൂരുകാർക്കും രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു വന്നാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ഏഷ്യാനെറ്റിനെ ഞങ്ങൾ നന്നായിട്ട് ബഹുമാനിക്കുന്നു, വിനുവിനെ നന്നായിട്ട് ബഹുമാനിക്കുന്നു, നേരോടെ നിർഭയം നിരന്തരം അതിനൊക്കെ നന്നായിട്ട് ബഹുമാനിക്കുന്നു. അതൊന്നും ഇല്ലാത്ത കാര്യമല്ല. അപ്പോ വിനുവേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ 26 കൊല്ലമായിട്ട് ജീവിക്കുന്നു. 26 കൊല്ലമായിട്ട് ഞാൻ അവിടെ ഒരു അടി പോലും കണ്ടിട്ടില്ല. ഞാൻ ശ്രീകണ്ഠാപുരം എന്നുള്ള ഒരു പ്രദേശത്താണ് ജീവിക്കുന്നത്. ഇതുവരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രശ്നം പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് കണ്ണൂരിൽ 95% ഉള്ളത്. പുറത്തുനിന്ന് കണ്ണൂരിൽ വന്ന് താമസിക്കുന്ന ഒരാളും പറയില്ല അവിടെ ഭീകരാന്തരീക്ഷമാണ്, വാതിലടച്ചിട്ട് ഉള്ളിലിരിക്കേണ്ടി വരുന്നു, അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പോലെയാണെന്ന് ആരും പറയില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് കരുതിക്കൂട്ടി പറയുന്നതാവാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പറയട്ടെ, നിങ്ങൾ തന്നെ കുറച്ചു കാലം വന്ന് നിന്ന് നോക്ക് കണ്ണൂരിൽ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണൂരിന്റെ രീതികൾ എങ്ങനെയാണെന്ന്. തിരുവനന്തപുരത്തിനെ കണ്ണൂരാക്കരുതെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തിരുവനന്തപുരത്തിന് ഒരിക്കലും കണ്ണൂരാവാനാവില്ല കേട്ടാ. കാരണം കണ്ണൂരിന്റെ രീതികൾ വളരെ വ്യത്യസ്തമാണ്. സാധാരണക്കാരായിട്ടുള്ള ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു നാടാണ് കണ്ണൂര്, ഒരു ജില്ലയാണ് കണ്ണൂര്. അവിടെ ചെറിയ രീതിയിൽ പലയിടങ്ങളിലുമായിട്ട് ഈ നാഗരിക സംസ്കാരത്തിലേക്ക് നടന്നു തുടങ്ങുന്നത്രേ ഉള്ളൂ. തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്ന് പന്തലിച്ചൊരു നഗരമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തിരുവനന്തപുരത്തിനെ കണ്ണൂരാക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. പിന്നെ കണ്ണൂരിൽ ചില ഇടങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വളരെ ചുരുക്കം, ഞാൻ പറഞ്ഞല്ലോ 95% സാധാരണ രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചു പോകുന്ന പ്രദേശങ്ങളാണ്. ഇനി പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ തന്നെ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഈ പ്രശ്നത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ല. ചില ആൾക്കാരുടെ ഇടയിൽ, ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ, അതിപ്പോ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ എല്ലാത്തിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോ ഈ പ്രശ്നം കണ്ണൂരിന്റെ മുഴുവൻ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ, കണ്ണൂരിൽ മുഴുവൻ പ്രശ്നമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ട് കണ്ണൂരിന്റെ നിങ്ങൾ ഈ പറയുന്ന ഇമേജ് ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ തന്നെയാണ് വിനുവേട്ടാ. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ് കണ്ണൂരിന് ഇത്രയും മോശമായിട്ടുള്ള ഒരു ഇമേജിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇമേജ് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് തിരുവനന്തപുരത്തിനെ കണ്ണൂരാക്കരുതെന്ന്. അത് തീരെ ശരിയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇത്രയധികം സംശയമാണെങ്കിൽ, നിങ്ങൾക്ക് കണ്ണൂരിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലെങ്കിൽ, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കണ്ണൂരുണ്ടല്ലോ, അവിടെ വിളിച്ചന്വേഷിച്ച് നോക്ക് കണ്ണൂരിലെ അവസ്ഥ എങ്ങനെയാണ്. അവിടെ ജീവിക്കുന്ന ആൾക്കാർ കണ്ണൂരുള്ളതല്ലേ, അവരോട് ചോദിച്ചു നോക്ക് എങ്ങനെയുണ്ട് കണ്ണൂർ എന്നുള്ളത്. കണ്ണൂർ ജീവിക്കാൻ ഇത്രയും ഭീതികരമായിട്ടുള്ള അന്തരീക്ഷമാണോ നിങ്ങൾ ചോദിച്ചു നോക്കണം. അവിടെ മനുഷ്യന്മാർ ഒരുപാടുണ്ട്, അവരോടൊക്കെ ചോദിച്ചു നോക്കണം അവിടെ എത്ര ശതമാനം ആൾക്കാർ ഭീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ അടച്ചാക്ഷേപിക്കുന്ന ഈ ഒരു രീതി തീരെ ശരിയല്ല. അത് കണ്ണൂരുകാരായിട്ടുള്ള പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ. അവരെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ നാടിനെ മൊത്തം കുറ്റം പറയുന്നു എന്നുള്ള രീതിയിൽ. കണ്ണൂരിനെ പറ്റിയിട്ട് നിങ്ങളിങ്ങനെ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും പല ആൾക്കാരുടെയും കല്യാണം വരെ മുടങ്ങാറുണ്ട്. കണ്ണൂരിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പെൺകുട്ടികളുടെ കുടുംബങ്ങൾ പറയുന്ന അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കല്യാണമല്ല, വേറൊരു കല്യാണത്തിന്റെ. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇമേജാണ്. അതുകൊണ്ട് തന്നെ ഒരു നാടിനെ മൊത്തത്തിൽ അടച്ചു പറയുമ്പോൾ നിങ്ങൾ ഒന്ന് കരുതൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്നറിയാം. നിങ്ങൾ നിങ്ങളുടെ കർമ്മം നിർബാധം തുടരുന്നെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇപ്പോ തിരുവനന്തപുരത്തിനെ കണ്ണൂരാക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് നിങ്ങൾ തിരുവനന്തപുരത്തിനെ കണ്ണൂരാക്കിയതിനു ശേഷം അതിനടുത്തുള്ള പത്തനംതിട്ടയും കൊല്ലം ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ണൂരാക്കി അവസാനം നമുക്ക് കേരളത്തിന് മൊത്തത്തിൽ കണ്ണൂരിന് പേരും മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് സമാധാനമല്ലോ. അപ്പൊ ജോറായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടാ.